ഓം നമോ നാരായണായ. സന്ദർഭം ആഗതമായപ്പോൾ രാവണൻ ഭിക്ഷുവേഷം ധരിച്ചെത്തി. രാവണനെ കണ്ട് സീത നമിച്ച് ഭക്തിപൂർവം പൂജിച്ച് ബലമൂലാദികൾ നൽകി സ്വാഗതം ആശംസിച്ചിട്ട് പറഞ്ഞു: വിശപ്പും ദാഹവും തീർത്തുകൊണ്ട് ഭർത്താവ് വരുന്നതുവരെ വിശ്രമിച്ചാലും. കാത്തിരുന്ന സന്ദർഭം രാവണന് ലഭിച്ചിരിക്കുന്നു. ഇനി വശ്യമായ വാക്കുകളാൽ സീതാദേവിയെ കബളിപ്പിച്ച് വശത്താക്കുകയേ വേണ്ടൂ. മന്ദസ്മിതത്തോടു കൂടിയാണ് സന്യാസി സംസാരിക്കുന്നത്. അതിനുപയോഗിക്കുന്നത് മധുരമായ വാക്കുകൾ, അതായത് കമലവിലോചനെ, കമനീയാങ്കി എന്നിങ്ങനെയുള്ള സംബോധനകൾ. സീതാദേവി തന്നെ പരിചയപ്പെടുത്തി. എന്നിട്ടു സന്യാസിയായ അങ്ങാരെന്നും അറിഞ്ഞില്ല എന്തിനാണ് വന്നതെന്നും സീതാദേവി ചോദിക്കുന്നു. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്തനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസനം. വിഷ്ണുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മയാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യം ഉക്ത്വാ പിന്നെയും ചൊന്നാൾ: അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ. ഭർത്താവു വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ചുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം വിഷ്ണുരൂപി സസ്മിതം ചോദ്യം ചെയ്താൽ: കമലവിലോചനെ കമനീയാങ്കി നീയാരമലെ ചൊല്ലിയിടു നിൻ കാമിതാവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തോ ആയുധപാണികളും ഇല്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥം ഓക്കവേ പറഞ്ഞാൽ ഞാനെന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കെട്ടുര ചെയ്തിടിനാൾ. മേദിനി പതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനത്ഭുതവീര്യൻ
തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാം അനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനും അതിനു പാർത്തിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാനറിഞ്ഞിലേതും പുനരന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം.